എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന്റെ തിരക്കുകൾക്കിടയിലാണ്. അതിനിടയിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ആ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ആ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സർവീസിലിരിക്കുന്ന അധ്യാപകരുടെ കേട്ടറ്റ് പരീക്ഷ വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. ഒരുപാട് പേർക്ക് ഈ പറയുന്ന ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാൻ സാധിച്ചു. കുറെ പേര് ഒരു 85, 88, 90, 95, 103 ആ റേഞ്ചിലകത്തേക്ക് മാർക്ക് ഉയർത്തുവാൻ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് സാധിച്ചു എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ്. ഇനി കുറച്ചു പേരുണ്ട്, അവര് ആ ഒരു കറക്റ്റ് കട്ട് ഓഫിനോട് അടുത്തെത്തി, എന്നാൽ അവർ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ക്ലിയർ ചെയ്യുവാൻ സാധിച്ചില്ല. നിലവിലെ ആൻസർ ക്യൂ പ്രകാരം അവർക്ക് ആ കട്ട് ഓഫിന്റെ അടുത്തേക്ക് അവർക്ക് എത്തുവാൻ സാധിച്ചു. ഈ അടുത്തേക്ക് എത്തുവാൻ സാധിച്ചത് തന്നെ കുറച്ച് ദിവസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മാത്രം ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് സെൻസസ് ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കിലായിരുന്നു അധ്യാപകര്. അവസാനം അതൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം കുറച്ച് ദിവസം കിട്ടിയപ്പോൾ അത് വെച്ചുകൊണ്ട് മാത്രം ഈ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ ആ പരീക്ഷയുടെ കട്ട് ഓഫിന് അടുത്തെത്തി. ഒരു 2-3 മാർക്കിന്റെ കുറവിലെ ആ ദൗത്യം അവർക്ക് പരാജയപ്പെട്ടു പോകേണ്ടതായിട്ട് വന്നു. പേടിക്കണ്ട, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ന്യൂസ് അനുസരിച്ച് ഈ 2 വർഷം കൊണ്ട് 10ഓളം കേട്ടറ്റ് പരീക്ഷകൾ നടത്തിക്കൊണ്ട് സർവീസിലിരിക്കുന്ന അധ്യാപകർക്കെല്ലാം കേട്ടറ്റ് നേടിയെടുക്കുക എന്നുള്ള കടമ്പ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലെ അവർ മുമ്പോട്ട് വെച്ചൊരു നിർദ്ദേശമാണ്. അപ്പൊ അതുകൊണ്ട് സർവീസിലിരിക്കുന്ന അധ്യാപകർ എത്രയും പെട്ടെന്ന് അടുത്ത കേട്ടറ്റ് പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അതായത് ഇപ്പൊ നിങ്ങൾ ഓണം സെലിബ്രേഷന്റെ മൂഡിലാണ്. ഇപ്പൊ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കത്തില്ല, അത് പോട്ടെ. ഓണം സെലിബ്രേഷൻ ഈ ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോൾ അതങ്ങ് അവസാനിക്കും. അപ്പൊ അടുത്ത ഒരു ആഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള സമയം നിങ്ങളുടെ കേട്ടറ്റ് പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് ഈ മാസം അവസാനത്തോടു കൂടി ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു കേട്ടറ്റ് പരീക്ഷയാണ്. സർവീസിൽ ഇരിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു കേട്ടറ്റ് പരീക്ഷ നോട്ടിഫിക്കേഷൻ ഒരു ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് വരും. അത് എന്തായാലും ആ ഒരു കേട്ടറ്റ് പരീക്ഷയോടുകൂടി നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അത്യാവശ്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അടുത്ത പരീക്ഷ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ഉറപ്പ് മാത്രമല്ല, ഇത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ മുഴുവൻ കേട്ടറ്റ് ഹാൻഡിൽ ചെയ്യുന്ന മുഴുവൻ അധ്യാപകരുടെ ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ ഞാനിപ്പോ മാത്സ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ്. ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ച ഒരുപാട് ചോദ്യങ്ങളാണ് ആ പരീക്ഷകൾക്ക് വന്നത്. അതായത് നമ്മുടെ ബൂസ്റ്റർ ക്ലാസ് മാത്രം എടുത്ത് പഠിച്ച് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് പോലും 85, 90, 95 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അവർ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം പണിയെടുത്തായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ പറയുന്ന 110, 120 മാർക്ക് ഉയർത്തുവാൻ സാധിച്ചേനെ. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അപ്പൊ അടുത്ത ദൗത്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അധ്യാപകരോട് പറയാനുള്ളത്, നിങ്ങൾ അടുത്ത കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഉടനെ ഇങ്ങെത്തും. അത് ശ്രദ്ധിക്കണം. അതോടുകൂടി നിങ്ങളുടെ കേട്ടറ്റ് എന്ന് പറയുന്ന കടമ്പ പൂർത്തീകരിക്കുവാനുള്ള വലിയൊരു അവസരം കൂടിയാണ് അത്. അതുകൊണ്ട് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് വീണ്ടും തയ്യാറെടുത്ത് മുമ്പോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, ഈ സർവീസിൽ അല്ലാത്ത അധ്യാപകര് പുതിയ കേട്ടറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തോടുകൂടി, അതല്ലെങ്കിൽ ഓണത്തിന്റെ തിരക്കായതുകൊണ്ട് സെപ്റ്റംബർ തുടക്കത്തിലെ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലെ ഒരു തർക്കവും ഇല്ല. അതുകൊണ്ട് നിങ്ങളും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടത്തില്ലടാ. അപ്പൊ എല്ലാവരും പറയും ഇപ്പൊ നമ്മുടെ ഈ കേട്ടറ്റ് പരീക്ഷയുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് അധ്യാപകർ പറഞ്ഞു സാറേ ഒന്നും കൂടെ ഒന്നിരുന്നായിരുന്നെങ്കിൽ ഒരു 3-4 മാർക്ക് കൂടെ എനിക്ക് അടിക്കാൻ പറ്റും, നല്ല രസം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ആ കുറേശ്ശെ നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോഴത്തേക്ക് ഒരു 30% സിലബസ് പൂർത്തീകരിക്കും. പിന്നെ ഒരു 30 ദിവസം കിട്ടും പഠിക്കാന്. ആ സമയത്തോടു കൂടി നിങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ എക്സാം ഹാളിലേക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് പോകാനും സാധിക്കും. അങ്ങനെ ഈ പറയുന്ന 2026 അവസാനത്തോടുകൂടി കേട്ടറ്റ് എന്ന് പറയുന്ന കടമ്പ പൂർത്തീകരിക്കുവാനുള്ള മറ്റൊരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇനിയും LP UP പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങൾക്കറിയാം നമ്മൾ 2026 അവസാനത്തോടു കൂടിയാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചത്. പക്ഷേ കുറച്ച് ഒരു 6 മാസം, മാക്സിമം ഒരു 6 മാസം കൂടെ നോട്ടിഫിക്കേഷൻ വരുന്നതിൽ ഡിലേ ഉണ്ടാകും എന്ന് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ സൂചിപ്പിച്ചതിന് പ്രകാരം നമ്മളൊരു 2027 ആദ്യ പകുതിയിലാണ് നമ്മുടെ LP UP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ളിലെ നമുക്ക് 2-3 കേട്ടറ്റ് പരീക്ഷകൾ നടക്കുമെങ്കിൽ പോലും മക്കളെ അങ്ങനെ നീണ്ടു പോയിട്ട് കാര്യമില്ലടാ. എത്രയും പെട്ടെന്ന് ആദ്യഘട്ടം അങ്ങ് പൂർത്തീകരിക്കുക. കേട്ടറ്റ് എന്ന് പറയുന്ന കടമ്പ പൂർത്തീകരിക്കുക എന്നുള്ളതാണല്ലോ ആദ്യ കടമ്പ. അത് ഇപ്പോഴേ അങ്ങ് പൂർത്തീകരിക്കുക. ആ ഒരു ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ LP UP പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠനം തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യതയാണ്. സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെ സഹായിക്കുവാൻ CC ഒപ്പം ഉണ്ടാകും. കഴിഞ്ഞ ഒരു 10 വർഷങ്ങളിലായിട്ട് നമ്മൾ ഈ വിപ്ലവകരമായ മാറ്റം അധ്യാപകരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത ഒരു ചരിത്രമായിട്ട് ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഇത്തവണയും സർവീസിലിരിക്കുന്ന അധ്യാപകരുടെ ആ ഒരു വാക്കുകൾ ഏറ്റവും അവസാനം ബൂസ്റ്റർ ക്ലാസ്സുകളിൽ നിന്ന് പോലും അവർക്ക് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുവാൻ സാധിച്ചു എങ്കിൽ ഇവിടുത്തെ അധ്യാപകരും റിസർച്ച് വിങ്ങും തയ്യാറാക്കുന്ന നോട്ടുകളും ക്ലാസ്സുകളും ഒക്കെ ഏറ്റവും അപ്ഡേറ്റഡ് ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എല്ലാവരും പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. നിങ്ങളുടെ ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. എത്രയും പെട്ടെന്ന് നിങ്ങൾ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങുക. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് CCയിലെ പുതിയ കേട്ടറ്റ് ബാച്ചുകൾ നമ്മൾ തുടങ്ങുന്നുണ്ട്, ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണത്തിന്റെ ഓഫറൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. ആ ഓണത്തിന്റെ ഓഫറോടുകൂടി ഈ പരീക്ഷാ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അപ്പൊ ഇത്തരം സാധ്യതകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേട്ടറ്റ് പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുക. ബോർഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കുക. നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് അടുത്ത കേട്ടറ്റ് എന്ന് പറയുന്ന കടമ്പ പൂർത്തീകരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. CC ഓണം, നല്ലോണം പഠിച്ചോണം.